ഹലോ, ചാപ്റ്റർ 7 റാണീസ് ഗിഫ്റ്റ്. ഇതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഈ വീഡിയോ. ആദ്യം ഫസ്റ്റ് പാർട്ട് കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോയിലേക്ക് വരിക. അപ്പോൾ ഫസ്റ്റ് വീഡിയോയിൽ എവിടെ സ്റ്റോപ്പ് ചെയ്തോ അവിടെ നിന്നാണ് ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ വെയിങ് ബാലൻസിനെ പറ്റിയാണ് സംസാരിച്ചത്. പല തരത്തിലുള്ള വെയിങ് ബാലൻസ് ഉണ്ട്. ഈ ചിത്രത്തിലും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വെയിങ് ബാലൻസ് ആണ് കാണിച്ചിരിക്കുന്നത്. ഫസ്റ്റ് വൺ, പച്ചക്കറി ഷോപ്പിലൊക്കെ ഇതേപോലത്തെ വെയിങ് മെഷീൻസ് കണ്ടിട്ടുണ്ടാവും. അതുപോലെ സ്പ്രിംഗ് ബാലൻസ്, ചെറിയ കുട്ടികളുടെ വെയിറ്റ് എടുക്കാനും പിന്നെ ലഗേജിൻ്റെയും പിന്നെ അങ്ങനെ പല കാര്യങ്ങളുടെയും വെയിറ്റ് എടുക്കാൻ ഉപയോഗിക്കുന്ന സ്പ്രിംഗ് ബാലൻസ് ആണിത്. പിന്നെ ഇത് നമ്മുടെ വെയിറ്റ്, ആളുകൾ ഇതിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് അവരുടെ വെയിറ്റ് എടുക്കാൻ ഉപയോഗിക്കുന്ന വെയിങ് ബാലൻസ് ആണ് ഇത്. ഇത് മുമ്പത്തെ വീഡിയോയിൽ കാണിച്ചു അല്ലേ, പണ്ടത്തെ ഷോപ്പിലൊക്കെ ഉണ്ടായിരുന്ന കട്ടകൾ ഉപയോഗിച്ചിട്ട് വെയ് ചെയ്യുന്ന വെയിങ് മെഷീൻ. പിന്നെ ഇത് വളരെ ചെറിയ വസ്തുക്കളൊക്കെ വെയ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡിജിറ്റൽ വെയിങ് ബാലൻസ് ആണ്. ഇനി ഇവിടെ ഒരു വെയിങ് ബാലൻസ് ഉണ്ട്, ഇത് കണ്ടോ, ഇത് ഒരു ഫുൾ വെയിങ് ബാലൻസ് ആണ്. ഇതിൻ്റെ മെഷർമെൻറ്റ് ഇവിടെ എടുക്കാൻ പറ്റും. ഇതുപോലെയുള്ള ലോറിയോ വലിയ ലഗേജോ ഭയങ്കര ഭാരപ്പെട്ട സാധനങ്ങളൊക്കെ മെഷർ ചെയ്യുന്ന വലിയ വെയിങ് ബാലൻസ് ആണിത്. അങ്ങനെ ഓരോ വസ്തുക്കളുടെയും വെയിറ്റ് എടുക്കാൻ ഇതുപോലെ പല പല വെയിങ് ബാലൻസും ഉപയോഗിക്കും. Let us do. Collect a few things from your surroundings. Sort out the lightest and heaviest among those. Arrange all the things in increasing order of their weight. How do you know which is light and which is heavy? നിങ്ങളുടെ പരിസരത്തിലുള്ള പല വസ്തുക്കളും കളക്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് അതിൽ ഏതാണ് ഹെവി ഏതാണ് ലൈറ്റ് എന്ന് കണ്ടുപിടിക്കണം. എന്നിട്ട് എങ്ങനെയാണ് വെക്കേണ്ടത്? ആദ്യം ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള വസ്തു വെക്കണം, അതിനുശേഷം കുറച്ചുകൂടി വെയിറ്റ് ഉള്ള വസ്തു വെക്കണം, അതിനുശേഷം കുറച്ചുകൂടി വെയിറ്റ് ഉള്ള വസ്തു വെക്കണം, അതിനുശേഷം കുറച്ചുകൂടി വെയിറ്റ്. അങ്ങനെ ഇൻക്രീസിങ് ഓർഡർ, ചെറുതിൽ നിന്ന് വലുതിലേക്ക് ഇൻക്രീസിങ് ഓർഡർ ആയിട്ട് അറേഞ്ച് ചെയ്യണം. എങ്ങനെയാണ് നിങ്ങൾക്കിത് മനസ്സിലാവുക? ഒരു വെയിങ് ബാലൻസ് ഉപയോഗിച്ച് വേദ് നോക്കിയാൽ മനസ്സിലാവും അല്ലേ? പക്ഷെ നിങ്ങളുടെ കയ്യിൽ വെയിങ് ബാലൻസ് ഉണ്ടോ? ഇല്ലെങ്കിൽ എന്താ ചെയ്യുക? മേക്ക് യുവർ ഓൺ ബാലൻസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് പേപ്പർ കപ്പ് ആൻഡ് ത്രെഡ് ആൻഡ് എ ഹാങ്ങർ ലൈക്ക് ദ വൺ ഷോൺ ഹിയർ. Now compare any two objects like eraser, bowl, bead, pencil, crayons, etc. to see which one is heavier. ഇവിടെ അവർ ഒരു ബാലൻസ് ഉണ്ടാക്കിയിരിക്കുകയാണ്. എന്താ ചെയ്തത്? ഒരു ഹാങ്ങർ എടുത്തു, ഇതിൽ രണ്ട് സൈഡിലും ഓരോ ത്രെഡിൽ 2 പേപ്പർ കപ്പ് വീതം ബാലൻസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി മുകളിൽ ഒരു പെൻസിലോ അല്ലെങ്കിൽ ഒരു പെന്നോ ഉപയോഗിച്ചിട്ട് ഇതുപോലെ അതിൻ്റെ മുകളിൽ ഹാങ് ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് ഒരു റബ്ബർ ഇവിടെയും ഒരു പെൻസിൽ ഇവിടെയും വെച്ച് കഴിഞ്ഞാൽ ഏത് ഭാഗമാണോ താഴേക്ക് പോകുന്നത് ആ ഭാഗമാണ് ഹെവി. ആ ഒരു വസ്തുവാണ് ഹെവി. Let us do. Circle the heaviest one. ഇവിടെ തന്നിരിക്കുന്നതിൽ ഏതാണ് ഹെവിയസ്റ്റ് വൺ എന്ന് സർക്കിൾ ചെയ്യാം. എ ഒരു പെൻസിലാണ്, ഒരു ബുക്കാണ്, ഒരു ബാഗാണ്. ഇതിലേതാണ് ഹെവിയസ്റ്റ്? ബാഗ് ആണ് അല്ലേ? ഇനി അടുത്തത് ഒരു ചെറിയ കവർ ഓറഞ്ചസ് ആണ്, വലിയൊരു ബക്കറ്റ് ആണ്, ഒരു ബോക്സ് ക്രയോൺസ് ആണ്. ഇതിലേതാണ് ഹെവിയസ്റ്റ്? ഈ കേസിൽ ബക്കറ്റിൽ നിറയെ വാട്ടർ ഉണ്ടെന്ന് കരുതുക. അപ്പൊ വെള്ളം നിറയെ ബക്കറ്റിൽ ഉണ്ടെങ്കിൽ ഈ ബക്കറ്റ് ആയിരിക്കും ഹെവിയസ്റ്റ് വൺ. ഇനി ബക്കറ്റിൽ വെള്ളമില്ല, ബക്കറ്റ് കാലിയാണ്, ഇതൊരു പ്ലാസ്റ്റിക് ബക്കറ്റ് ആണെങ്കിൽ നമുക്ക് വെയിറ്റ് ഓഫ് ദ ഓറഞ്ചസ് ആയിരിക്കും കൂടുതൽ. ഇത് ചിലപ്പോൾ 1 kg അല്ലെങ്കിൽ 2 kg ഓറഞ്ചസ് ആയിരിക്കും. അപ്പം ഇങ്ങനെയുള്ള കേസിൽ നമുക്ക് ചിത്രം കണ്ട് മാത്രം അതിനെ സർക്കിൾ ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ കറക്റ്റ് വെയിറ്റ് അറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ സർക്കിൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ വെള്ളം ഫിൽഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ബക്കറ്റ് റൗണ്ട് ചെയ്യാം. ഇനി ഇവിടെ വെള്ളമൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ഓറഞ്ചും ഈ ഒരു കേസിൽ സർക്കിൾ ചെയ്യാം. സർക്കിൾ ദ ലൈറ്റസ്റ്റ് വൺ. നേരത്തെ നമ്മൾ ഹെവിയസ്റ്റിൽ സർക്കിൾ ചെയ്തെങ്കിൽ ഈ കേസിൽ ഇതിൽ ലൈറ്റസ്റ്റ് വണ്ണിനാണ് സർക്കിൾ ചെയ്യേണ്ടത്. ഒരു ഡോൾ, ഒരു ഗിഫ്റ്റ് ബോക്സ്, ഒരു ചെറിയ ഇറേസർ. ഇതിലേതാണ് ലൈറ്റസ്റ്റ് വൺ? ഈ ഒരു ഇറേസർ ആണ്. നെക്സ്റ്റ് ഒരു ബോൾ, ഒരു കാലി മാച്ച് ബോക്സ്, ഒരു ബലൂൺ. ചിലപ്പോൾ ബലൂൺ ആയിരിക്കും ലൈറ്റസ്റ്റ്. ഇതിന് വലിപ്പം കൂടുതലാണെങ്കിലും
ഇതിന് ചിലപ്പോൾ വെയിറ്റ് ഭയങ്കര കുറവായിരിക്കും. ഇനി വലിയ ബലൂണിനേക്കാളും ചെറിയ മാച്ച് ബോക്സ് ആണെങ്കിൽ അതിന് വെയിറ്റ് കുറയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ ഉണ്ടാക്കിയ വെയിങ് ബാലൻസിൽ വെച്ച് ഏതാണ് ലൈറ്റ് എന്ന് നോക്കി അതിനനുസരിച്ച് വെയ് ചെയ്യാം. ഓക്കെ, take the vegetables and fruits which will make the balance go down. ഇവിടെ ഒരു വെയിങ് ബാലൻസ് തന്നിട്ടുണ്ട്. ഇവിടെ തന്നിരിക്കുന്ന രണ്ട് കാര്യങ്ങൾ ഇതിൽ വെച്ചിട്ട് ഇതിൽ ഏതാണ് ഹെവി ഏതാണ് ലൈറ്റ് എന്ന് കണ്ടുപിടിക്കണം. ഹെവി ആയ കാര്യം വെക്കുമ്പോൾ ആ ഒരു ബാലൻസ് താഴേക്ക് പോകും. ഫസ്റ്റ് കേസിൽ അവർ തന്നിട്ടുണ്ട് പംകിൻ ഹെവി ആണല്ലേ, പംകിൻ വലുതാണ്. ഒരു പൊട്ടാറ്റോ അത് പംകിനെ കമ്പയർ ചെയ്യുമ്പോൾ ലൈറ്റ് ആണ്. അപ്പോൾ പംകിൻ ഹെവി, പൊട്ടാറ്റോ ലൈറ്റ്. ഇവിടെ പൊട്ടാറ്റോ ലൈറ്റ് എന്ന് എഴുതിയാൽ പൊട്ടാറ്റോ എപ്പോഴും ലൈറ്റ് വെയിറ്റ് ആയിരിക്കും എന്നല്ല അതിൻ്റെ മീനിങ്. ഈ പൊട്ടാറ്റോയുടെ അടുത്ത് ഒരു ചെറിയ നെല്ലിക്ക വെച്ചാലോ, ഒരു ചെറിയ ആംല ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ടും കമ്പയർ ചെയ്യുന്ന സമയത്ത് ആംല ആയിരിക്കും ലൈറ്റ് വെയിറ്റ്. അപ്പോൾ എപ്പോഴും ഹെവി ലൈറ്റ് എന്ന് പറയുമ്പോൾ അത് രണ്ട് വസ്തുക്കൾ അല്ലെങ്കിൽ രണ്ട് ഫ്രൂട്ട്സ് അല്ലെങ്കിൽ രണ്ട് കാര്യങ്ങളെ കമ്പയർ ചെയ്തിട്ടായിരിക്കും ഒന്ന് ഹെവിയാണ് ഒന്ന് ലൈറ്റ് ആണ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഒരു റെഡ് കളർ ഫ്രൂട്ട് ഉണ്ട്, ഇവിടെ ഒരു വാട്ടർമെലൺ ഉണ്ട്. ഇതിൽ ഏതാണ് ഹെവി? വാട്ടർമെലൺ ആണല്ലേ. അപ്പൊ നമുക്ക് വാട്ടർമെലൻ്റെ അടിയിൽ എച്ച് എന്ന് എഴുതാം. ഇവിടെ ഇത് ചിലപ്പം ബീട്രൂട്ട് ആയിരിക്കാം, അനാറായിരിക്കാം, അറിയില്ല. എന്തായാലും അത് വാട്ടർമെലണിനേക്കാളും ചെറുതാണ്, അത് ലൈറ്റ് വെയിറ്റ് ആണ്. നെക്സ്റ്റ് കോക്കനട്ട് ആൻഡ് മാംഗോ. ഒരു കോക്കനട്ട് ആണോ മാംഗോ ആണോ വലുത്? കോക്കനട്ട് ആണല്ലേ. അപ്പൊ ഈ കേസിൽ കോക്കനട്ട് ആണ് ഹെവി. കോക്കനട്ടും മാംഗോയും വെച്ച് കഴിഞ്ഞാൽ കോക്കനട്ട് ആണ് താഴേക്ക് പോകുന്നത്. അപ്പൊ കോക്കനട്ട് ഹെവി, മാംഗോ ലൈറ്റ്. ഇനി ഈ കേസിലോ ആപ്പിൾ ആൻഡ് ലേഡീസ് ഫിംഗർ. ആപ്പിൾ ആണ് ഹെവി, ലേഡീസ് ഫിംഗർ ആണ് ലൈറ്റ്. Let us do. Take 2 paper bags of same size. Fill one with sands and other with dry leaves. Discuss their weight. ഒരേപോലെയുള്ള 2 പേപ്പർ ബാഗ് എടുത്തിട്ട് ഒന്നിൽ നിറയെ ഡ്രൈ ലീവ്സ് നിറയ്ക്കുക, ആൻഡ് അതർ വണ്ണിൽ സാൻഡും നിറയ്ക്കുക. ഇതിൽ രണ്ടിലും ഏതായിരിക്കും ലൈറ്റ് വെയിറ്റ് ഏതായിരിക്കും ഹെവി? ഇത് നിങ്ങൾ സ്വന്തമായിട്ട് വീട്ടിൽ ചെയ്ത് നോക്കി വേണം മനസ്സിലാക്കാൻ. ഈ കേസിൽ ഡ്രൈ ലീവ്സിന്റെ ബാഗ് ലൈറ്റ് ആയിരിക്കും, സാൻഡിന്റെ ബാഗ് ഹെവി ആയിരിക്കും. Look at the pictures and discuss the different types of balance used by the people in pictures given below. Take the type of balance you have seen before. നിങ്ങൾ ഇതിൽ ഏതൊക്കെ വെയിങ് ബാലൻസ് ആണ് നേരിട്ട് കണ്ടതെന്ന് ടിക്ക് ചെയ്യുക. ഓക്കെ, ഇതൊരു സ്പ്രിംഗ് ബാലൻസ് ആണ്, നമ്മൾ നേരത്തെ കണ്ടു അല്ലേ. ഇത് നിങ്ങളുടെ വീട്ടിൽ ഗ്യാസോ അല്ലെങ്കിൽ കുട്ടികളുടെ വെയിറ്റോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ ടിക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ ടിക്ക് ചെയ്യണ്ട. ഇനി അടുത്തതോ വെജിറ്റബിൾ ഷോപ്പിലും ഗ്രോസറി ഷോപ്പിലും ഒക്കെ പോകുമ്പോൾ ഇങ്ങനത്തെ വെയിങ് ബാലൻസ് കണ്ടിട്ടുണ്ടെങ്കിൽ മാത്രം ടിക്ക് ചെയ്യുക. ഇനി ഇതുപോലെയുള്ള വെയിങ് ബാലൻസോ, ഇത് ഡിജിറ്റൽ ആണ്, ഇവിടെ ഇതുപോലത്തെ നോൺ കട്ടകൾ ഇടേണ്ട ആവശ്യമില്ല, ഇവിടെ തന്നെ വെയിറ്റ് എഴുതി വരും അല്ലേ, ബേക്കറീസിലൊക്കെ കാണുന്നത് പോലെ. ഇത് ഉണ്ടെങ്കിൽ ടിക്ക് ചെയ്യുക. ഇനി ഇതുപോലെയുള്ളതോ, ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ അതും ടിക്ക് ചെയ്യുക. Fruits in the park. Watermelon and mango want to play on the seesaw. Watermelon sits on one side, but he could not get up. His friend Mango called other mangoes to sit on the other side. വാട്ടർമെലൺ ഒരു സൈഡിൽ വന്നപ്പോൾ വാട്ടർമെലൺ താഴേക്ക് പോയി, ഭയങ്കര ഹെവി ആണല്ലേ. അപ്പം ഇതിനെ പൊക്കാൻ വേണ്ടി മാംഗോ അതിൻ്റെ ഫ്രണ്ട്സിനെയും കൂട്ടി വന്നു. എന്തുകൊണ്ടാണ് മാംഗോന് അതിൻ്റെ ഫ്രണ്ട്സിനെ കൂട്ടി വരേണ്ടി വന്നത്? ഒരു മാംഗോ മാത്രമാണെങ്കിൽ അത് ചെറുതാണ്, അതിന് വാട്ടർമെലണിനെ പൊക്കാൻ പറ്റില്ല. അപ്പം മാംഗോ അതിൻ്റെ ഫ്രണ്ട്സിനോട് പറഞ്ഞു, എല്ലാവരും വന്നേ ഈ ബാസ്ക്കറ്റിൽ കയറിയിരുന്നേ. അങ്ങനെ വാട്ടർമെലണിൻ്റെ ഈക്വൽ വെയിറ്റ് ഈ മാംഗോസ് എല്ലാം കൂടി ഈ സൈഡിലായപ്പോൾ അത് പൊങ്ങി വന്നു. ഇപ്പം കണ്ടോ, സീസോ സ്ട്രെയിറ്റ് ആയി. ഇതിൻ്റെ അർത്ഥം എന്താണ്? ഈ ഒരു വാട്ടർമെലണിൻ്റെ വെയിറ്റും ഈ എല്ലാ മാംഗോസിൻ്റെ വെയിറ്റും ഈക്വൽ ആണ്. How many mangoes will balance watermelon? Find out from the picture given above. ഒരു വാട്ടർമെലന്റെ വെയിറ്റ് ആവണമെങ്കിൽ എത്ര മാംഗോസ് വേണം? ഈ പിക്ചറിൽ നോക്കാം. 1, 2, 3,
4, 5, 6. ഒരു വാട്ടർമെലൺ ഈക്വൽ ടു 6 മാംഗോസ് ഇൻ ദിസ് കേസ് അല്ലേ? അപ്പോൾ 6 മാംഗോസ്. How many coconuts can balance the watermelon if weight of one coconut equal to weight of 2 mangoes? ഇവിടുത്തെ 2 mangoes ആണ് ഒരു കോക്കനട്ട്. അപ്പോൾ വാട്ടർമെലണിനെ ബാലൻസ് ചെയ്യണമെങ്കിൽ എത്ര കോക്കനട്ട് വേണം? എങ്ങനെയാ ചെയ്യുക? നമുക്കൊരു കാര്യം ചെയ്യാം. ആദ്യം ഇവിടെയുള്ള 2 മാംഗോസ് എടുക്കാം. ഈ 2 മാംഗോസിന് പകരം ഒരു കോക്കനട്ട് വരും അല്ലേ? ഇനി അടുത്ത 2 മാംഗോസ് എടുക്കാം. അതിന് പകരം അടുത്ത കോക്കനട്ട് വെക്കാലോ. ഇനി അടുത്ത 2 മാംഗോസ് ബാക്കിയുണ്ടല്ലേ? അതിന് പകരം ഒരു കോക്കനട്ടും കൂടി വെക്കാം. ഇപ്പൊ ടോട്ടൽ എത്ര കോക്കനട്ടായി? 1, 2, 3. അപ്പൊ അതിനർത്ഥം എന്താണ്? ഒരു വാട്ടർമെലന്റെ വെയിറ്റ് ഈക്വൽ ടു 3 കോക്കനട്ടിന്റെ വെയിറ്റ് ആണ്. അപ്പൊ വെയിറ്റ് ഓഫ് 1 കോക്കനട്ട് ഈക്വൽ ടു weight of 2 mangoes. അപ്പോൾ 1 watermelon equal to 1 watermelon equal to 3 coconuts. Okay? Find out the place where you can check your weight. What is your weight? Usually ഹോസ്പിറ്റൽസിലൊക്കെ പോകുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്കൂളിലോ ചിലപ്പോൾ എല്ലാവരുടെയും വീട്ടിലോ ഒക്കെ ആളുകളുടെ വെയിറ്റ് എടുക്കുന്ന വെയിങ് ബാലൻസ് ഉണ്ടാവും. അത് യൂസ് ചെയ്ത് നിങ്ങളുടെ സ്വന്തം വെയിറ്റ് കണ്ടുപിടിക്കുക. എന്നിട്ട് നിങ്ങളുടെ ബുക്കിൽ മാർക്ക് ചെയ്യുക. ലെറ്റ് us മേക്ക് നീംബു പാനി. നീംബു പാനി എന്ന് പറഞ്ഞാൽ എന്താണ്? ലെമണേഡ് അല്ലെങ്കിൽ ലൈം വാട്ടർ ആണ്. രഘു ആൻഡ് ഹിസ് ഫ്രണ്ട്സ് മെയ്ഡ് നീംബു പാനി ഫോർ രഘുസ് ഗ്രാൻഡ് മദർ. He used the following things to prepare 1 glass of നീംബു പാനി. ഇതുവരെ നമ്മൾ ലെങ്ത് അല്ലെങ്കിൽ നീളം അല്ലെങ്കിൽ സൈസ് അളക്കാൻ വേണ്ടി സ്കെയിൽ ഉപയോഗിച്ചു. അതുപോലെ വെയിറ്റ് അളക്കാൻ വേണ്ടി ഡിഫറെൻറ്റ് വെയിങ് ബാലൻസ് ഉപയോഗിച്ചു. ഈ പോർഷനിൽ വേറെ പല കാര്യങ്ങളും എങ്ങനെയാണ് അളവെടുക്കുന്നത്, എങ്ങനെയാണ് അതിനെ മെഷർ ചെയ്യുന്നത് എന്നാണ് നോക്കാൻ പോകുന്നത്. ഇവിടെ നീംബു പാനി ഉണ്ടാക്കാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ആവശ്യം? ഫസ്റ്റ് വാട്ടർ, അതിനുവേണ്ടി വെള്ളം ആവശ്യമുണ്ട്. ഷുഗർ, അതിൽ ആഡ് ചെയ്യാനുള്ള പഞ്ചസാര ആവശ്യമുണ്ട്. ലെമൺ ജ്യൂസ്, അതിൽ ലെമൺ സ്ക്വീസ് ചെയ്യണം അല്ലേ? അതിനുശേഷം a pinch of salt. ഇത് ഓരോന്നും എത്ര വീതമാണ് എടുത്തിരിക്കുന്നത്? വാട്ടർ 1 ഗ്ലാസ്, ഒരു ഗ്ലാസ് നിറയെ വെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഷുഗറോ 1 സ്പൂൺ, ഒരു സ്പൂണിലാണ് ഷുഗർ എടുത്തിരിക്കുന്നത്. ഇനി ലെമൺ ജ്യൂസോ, അതും ഒരു സ്പൂണിലേക്ക് സ്ക്വീസ് ചെയ്ത് എത്ര സ്പൂണാണ് ഉപയോഗിച്ചിരിക്കുന്നത്? 2 സ്പൂൺസ് ഓഫ് ലെമൺ ജ്യൂസ് ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ആൻഡ് എ പിഞ്ച് ഓഫ് സാൾട്ട്, ഒരു നുള്ള് സോൾട്ട് കയ്യിൽ കുറച്ചെടുത്തിട്ടിരിക്കുകയാണ്. Now Raghu wants to make Nimbu Pani for himself and his 2 friends. Raghu has to make 3 glasses of Nimbu Pani. Write the quantity of ingredients he has to use to make 3 glasses of Nimbu Pani. ഒരു ഗ്ലാസ് നീംബു പാനി ഉണ്ടാക്കാൻ 1 ഗ്ലാസ് വാട്ടർ ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 3 ഗ്ലാസ് അല്ലെങ്കിൽ 3 ഗ്ലാസ് നീംബു പാനി ഉണ്ടാക്കാൻ എത്ര വാട്ടർ വേണ്ടി വരും? ഇത് 1 ഗ്ലാസ്സിന് 1, അപ്പോൾ 3 ഗ്ലാസ്സിന് 1, 1, 1 അല്ലേ? So that is 3. അപ്പോൾ വാട്ടർ എത്ര വേണം? 3 glasses. ഇനി ഷുഗറോ 1 സ്പൂൺ. 1ന് 1 സ്പൂൺ ആണെങ്കിൽ 3നോ 1, 1, 1. That is 3. So sugar 3 സ്പൂൺ വേണം. ലെമൺ ജ്യൂസോ 1 ഗ്ലാസ് നീംബു പാനിക്ക് 2 സ്പൂൺസ് ഓഫ് ലെമൺ ജ്യൂസ് വേണം അല്ലേ? അപ്പോൾ 1 ഗ്ലാസ്സിന് 2 സ്പൂൺ. ഓക്കെ, അപ്പോൾ അടുത്ത ഗ്ലാസ്സിനോ അഗെയിൻ 2 സ്പൂൺസ് ഓഫ് ലെമൺ ജ്യൂസ്. ഇനി അടുത്ത ഗ്ലാസ്സിന് അഗെയിൻ 2 സ്പൂൺസ് ഓഫ് ലെമൺ ജ്യൂസ് വേണം. ഇപ്പൊ എത്രയായി? 1, 2, 3, 4, 5, 6. 6 സ്പൂൺസ് ഓഫ് ലെമൺ ജ്യൂസ്. ഇനി സോൾട്ടോ a pinch of salt. 1 pinch of salt ആണ് 1 ഗ്ലാസ്സിന് ഇട്ടത്. അപ്പൊ 3 pinch of salt.
അപ്പോൾ ഈ അളവൊക്കെ വെച്ചിട്ട് നിങ്ങൾ വീട്ടിൽ നീമ്പും സോൾട്ടും ഷുഗറും ഒക്കെ എടുത്ത് ഒരു ഗ്ലാസ് നീമ്പു പാനി ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് കുടിച്ചു നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടെങ്കിൽ ഇവിടെ കമന്റ് ചെയ്യാം. അടുത്തത് ഫൈൻഡ് ഔട്ട്. നെയിം സം ഡ്രിങ്ക്സ് ദാറ്റ് ആർ പ്രിപ്പയർഡ് അറ്റ് യുവർ ഹോം. ഫൈൻഡ് ഔട്ട് ദ ഇൻഗ്രീഡിയൻസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് യുവർ ഫേവറേറ്റ് ഡ്രിങ്ക് ആൻഡ് റൈറ്റ് ദം ബിലോ. നിങ്ങളുടെ ഫേവറേറ്റ് ഡ്രിങ്ക്, നിങ്ങളുടെ അമ്മയോ അച്ഛനോ ഉണ്ടാക്കി തരുന്ന ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഡ്രിങ്ക്, അതിൻ്റെ പേര് ഇവിടെ എഴുതുക. എന്നിട്ട് അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും എഴുതുക. അതിൽ ഓരോന്നും ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസും അത് എത്ര വീതമാണ് ഉണ്ടാക്കുന്നതെന്ന് അമ്മയോടും അച്ഛനോടും ഒക്കെ ചോദിച്ച് ഇവിടെ എഴുതുക. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. നെയിം ഓഫ് യുവർ ഫേവറേറ്റ് ഡ്രിങ്ക്. ഇനി ടീ ആണെന്ന് വിചാരിക്കുക. എന്തൊക്കെ കാര്യങ്ങളാണ് ടീക്ക് ആവശ്യമുള്ളത്? വാട്ടർ, മിൽക്ക്, ടീ പൗഡർ, ഷുഗർ, അതിൻ്റെയൊക്കെ ക്വാണ്ടിറ്റിയും ഇവിടെ തന്നിട്ടുണ്ട്. വാട്ടർ, 1 കപ്പ് ചായക്ക് വേണ്ടി 1 കപ്പ് വാട്ടർ ഒഴിക്കണം. എത്ര മിൽക്ക് വേണം? 1/2 കപ്പ് ഓഫ് മിൽക്ക് വേണം. ടീ പൗഡർ 1 ടീസ്പൂൺ ടീ പൗഡർ ഉപയോഗിക്കണം. ഷുഗർ 1 or 2 ടീസ്പൂൺസ്, അത് നിങ്ങളുടെ ഷുഗർ ലെവലിനനുസരിച്ച് ആഡ് ചെയ്യാം. നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാക്കുന്ന ഇൻഗ്രീഡിയൻസും ക്വാണ്ടിറ്റിയും ഒക്കെ ഈ ബോക്സസിൽ എഴുതുക. ഫൈൻഡ് ഔട്ട്. Raghu's bottle is filled with 4 glasses of water. രഘുവിൻ്റെ ബോട്ടിൽ ഫിൽ ചെയ്യണമെങ്കിൽ 4 glasses of water വേണം. How many glasses of water can fill your bottle? ഇനി നിങ്ങളുടെ ബോട്ടിൽ ഫിൽ ചെയ്യാൻ എത്ര ഗ്ലാസ് വാട്ടർ വേണം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾ വീട്ടിൽ പോയിട്ട് ഒരു ഗ്ലാസ് എടുക്കുക. എന്നിട്ട് അതിൽ വെള്ളം എടുത്തിട്ട് നിങ്ങളുടെ ബോട്ടിലേക്ക് ഒഴിച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ 3 ആയിരിക്കാം. 3 glasses of water need to fill your bottle. How many glasses of water can fill your friend's bottle? ഇനി അതേ ഗ്ലാസ് എടുത്ത് നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ ബോട്ടിലേക്ക് ഒഴിച്ചു നോക്കുക. അപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ ബോട്ടിൽ വലിയ ബോട്ടിലായിരിക്കും. അപ്പോൾ 4 glasses of water വേണ്ടി വരും. ഇനി നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ ബോട്ടിൽ നിങ്ങളുടെ ബോട്ടിനെക്കാട്ടും ചെറുതാണെങ്കിലോ മേ ബി 2 glasses of water മതിയാകും. അപ്പോൾ ഏതാണ് കറക്റ്റ് ആൻസർ എന്ന് ഇവിടെ ഫിൽ ചെയ്യാം. Does your friend's bottle fill with equal or more or less amount of water? 4 ഗ്ലാസ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ടിന്റെ ബോട്ടിലിൽ നിങ്ങളെക്കാളും കൂടുതൽ മോർ ആണ് വാട്ടർ വേണ്ടി വരിക. ഇനിയോ നിങ്ങളുടെ ഫ്രണ്ടിന്റെ ബോട്ടിലിൽ 2 ഗ്ലാസസേ വേണ്ടുള്ളൂ. അതിന്റെ അർത്ഥം നിങ്ങളുടെ ഫ്രണ്ടിന്റെ ബോട്ടിൽ ചെറുതാണ്, അതിൽ ലെസ് എമൗണ്ട് ഓഫ് വാട്ടർ ദാൻ യുവർ ബോട്ടിൽ ആയിരിക്കും. ഇനി നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ 3 തന്നെയാണെങ്കിലോ ദാറ്റ് മീൻസ് നിങ്ങളുടെ വാട്ടറും നിങ്ങളുടെ ഫ്രണ്ടിന്റെ ബോട്ടിലുള്ള വാട്ടറും ഈക്വൽ എമൗണ്ട് ആണ്. നെയിം ദ ഫ്രണ്ട് ഹൂസ് ബോട്ടിൽ ക്യാൻ ക്യാരി. ഇനി നിങ്ങളുടെ ക്ലാസ്സിൽ എല്ലാവരും ഈ ഒരു എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കുക. എന്നിട്ട് ആരുടെയൊക്കെ ബോട്ടിലാണ് നിങ്ങളുടെ സെയിം ഈക്വൽ എമൗണ്ട് ഓഫ് വാട്ടർ കൊള്ളുന്നത് അവരുടെയൊക്കെ പേരുകൾ ഇവിടെ ഫില്ല് ചെയ്യുക. ഇനി ആരുടെയൊക്കെ ബോട്ടിലാണ് ചെറുത്, ആരുടെയൊക്കെ ബോട്ടിലാണ് കുറച്ച് വെള്ളം കൊണ്ടുക, അവരുടെ പേര് ഇവിടെ എഴുതുക. ആരുടെ ബോട്ടിലാണ് ബിഗ്ഗസ്റ്റ്, ആരുടെ ബോട്ടിലൊക്കെയാണ് കൂടുതൽ നിങ്ങളെക്കാളും കൊള്ളുക, അവരുടെ പേരൊക്കെ ഇവിടെയും എഴുതുക. ഇനി ഈ ചാപ്റ്ററിൽ കുറേ പ്രോജക്റ്റ് വർക്ക് ഒക്കെ തന്നിട്ടുണ്ട്. അത് നിങ്ങളുടെ ടീച്ചർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പൊ നമ്മുടെ ചാപ്റ്റർ ഇവിടെ കഴിഞ്ഞു. എല്ലാവരും ഈ എക്സസൈസ് ഒക്കെ സ്വന്തമായി തന്നെ ചെയ്ത് നോക്കാൻ ശ്രമിക്കുക. അടുത്ത ചാപ്റ്ററുമായിട്ട് ഞാൻ പെട്ടെന്ന് വരാം. അതുവരേക്കും ബൈ.